ഹലോ നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും വിചാരിച്ചിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കർമ്മ എന്നുള്ള ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്ത തീർച്ചയായിട്ടും കാണാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കർമ്മ എന്ന് പറയുന്നത് ഖുഷ്വന്ത് സിംഗ് എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് കേട്ടോ. അപ്പോൾ ഖുഷ്വന്ത് സിംഗ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ ഓഥറായിരുന്നു, ജേർണലിസ്റ്റ് ആയിരുന്നു, ലോയർ ആയിരുന്നു, പൊളിറ്റീഷ്യൻ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ വളരെ ഷാർപ്പ് വിറ്റ് യൂസ് ചെയ്തുകൊണ്ട്, സെക്യുലർ വ്യൂസ് യൂസ് ചെയ്തുകൊണ്ട്, ബോൾഡായിട്ടുള്ള പല സമൂഹത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന പലതരത്തിലുള്ള എന്താ പറയുക കാര്യങ്ങളെക്കുറിച്ചുള്ള കമൻട്രി ആയിട്ടൊക്കെ അദ്ദേഹം സംസാരിക്കുന്ന വർക്കുകളാണ് അദ്ദേഹം മെയിനായിട്ടും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാൻ ഐ ഷാൽ നോട്ട് ഹിയർ ദ നൈറ്റിംഗേൽ, ഡൽഹി എ നോവൽ ആൻഡ് എ കമ്പനി ഓഫ് വിമൻ എന്ന് പറയുന്ന ഒത്തിരി വർക്ക്സ് ഒക്കെ അദ്ദേഹത്തിൻ്റെ മെയിൻ വർക്ക്സ് ആയിട്ട് നമ്മുടെ ഇൻട്രൊഡക്ഷൻ സെക്ഷനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പഠിക്കാനുള്ളത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അദ്ദേഹത്തിൻ്റെ കർമ്മ എന്നാണ് ഷോർട്ട് സ്റ്റോറിയുടെ പേര്. അപ്പോൾ ഈ കർമ്മ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയിൽ മെയിനായിട്ടും ഒരു മോഹൻലാൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻ മാനാണ്. ഇന്ത്യൻ ആയിട്ടുള്ള ആളാണ്, പക്ഷേ അയാൾ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതലായിട്ടും ഇന്ത്യയിലെ സംഭവങ്ങളൊന്നും പോരാ, ആളുകളുടെ ഒന്നും കൾച്ചറും കാര്യങ്ങളൊന്നും പോരാ, വെസ്റ്റേൺ മാനേഴ്സ്, കൾച്ചർ, വെസ്റ്റേൺ ലൈഫ് സ്റ്റൈല് ഒക്കെയാണ് അടിപൊളിയായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള സർ മോഹൻലാൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഫൈനലി എന്ത് സംഭവിക്കുന്നു, ഈ വൈറ്റ് പീപ്പിൾ, അദ്ദേഹം ഭയങ്കര ഒബ്സസ്ഡ് ആണല്ലോ ഈ വൈറ്റ് പീപ്പിളിൻ്റെ കാര്യത്തിൽ, അവരാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണല്ലോ വിചാരം. അവരിൽ നിന്നും അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന എന്താ പറയുക സിറ്റുവേഷൻ എന്താണ് എന്നതൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. നമുക്ക് നമ്മുടെ കഥയിലോട്ട് പോകാം കേട്ടോ. Sir Mohanlal looked at himself in the mirror of a first-class waiting room at the railway station. The mirror was obviously made in India. The red oxide and its back had came off at several places, and long lines of translucent glass cut across its surface. Sir Mohan smiled at the mirror with an air of pity and patronage. അപ്പോൾ ഒരു ദിവസം നമ്മുടെ മോഹൻലാൽ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഒരു മിററിൽ നോക്കിയിട്ട് നിൽക്കുകയാണ്. അതായത് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു മിററിൽ നോക്കുകയാണ്. അദ്ദേഹം ഒരു ഫസ്റ്റ് ക്ലാസ് വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ മിററിൽ നോക്കുന്ന സമയത്ത് അത് ഇന്ത്യയിലത്തെ മിററാണ്. അപ്പോൾ അതിൻ്റെ ആ പുറകിലുള്ള റെഡ് ഓക്സൈഡൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ സ്പ്രെഡായിട്ട് ചില സ്ഥലങ്ങളിലൊന്നും മിറർ നേരെ കാണുന്നില്ല. അങ്ങനെ ഒരു അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മിററൊന്നുമല്ല. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അങ്ങയുടെ മുഖത്ത് ഒരു പുച്ഛവും ഒരു പരിഹാസവും ഒക്കെയാണ് വരുന്നത്. യു ആർ സോ വെരി മച്ച് ലൈക്ക് എവറിത്തിങ് എൽസ് ഇൻ ദിസ് കൺട്രി, ഇൻഎഫിഷ്യൻറ്റ്, ഡേർട്ടി, ഇൻഎഫിഷ്യൻറ്റ്, ഹി മർമേർഡ്. അപ്പോൾ പറയാം, നിൻ്റെ ഈ ഒരു കണ്ണാടി കണ്ടാൽ തന്നെ അറിയാം ഈ ഒരു രാജ്യത്തുള്ള എല്ലാത്തിനെയും പോലെയൊക്കെ തന്നെയാണ് നീയും. ഒട്ടും ഒരു എഫിഷ്യൻസി ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു വൃത്തിയില്ലാത്ത ഭയങ്കര എന്താ പറയുക ഒട്ടും ഇഷ്ടപ്പെടാൻ പറ്റാത്ത രൂപം തന്നെയാണ് നിൻ്റെയും എന്ന് പറഞ്ഞിട്ട് കണ്ണാടീനെ അദ്ദേഹം കളിയാക്കുകയാണ്. ദ മിറർ സ്മൈൽഡ് ബാക്ക് അറ്റ് സർ മോഹൻ. യു ആർ എ ബിറ്റ് ഓഫ് ഓൾ റൈറ്റ് ഓൾ ചാപ്പ് ഇറ്റ് സെഡ്. Distinguished, efficient, even handsome. That neatly trimmed mustache, the suit from Savile Row with the carnation in the buttonhole, the aroma of eau de cologne, talcum powder, and scented soap all about you. Yes, old fellow, you're a bit of all right. Sir Mohan threw out his chest, smoothed his ballet tie for the umpteenth time, and waved a goodbye to the mirror. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തെ തിരിച്ചു തോന്നുന്ന ആ ഒരു മിറർ തിരിച്ച് അദ്ദേഹത്തിനോട് പറയുന്ന പോലെ തോന്നുന്നു, പക്ഷെ നിങ്ങൾ ഭയങ്കര ഞാനൊട്ടും കൊള്ളൂല, കാരണം ഞാൻ ഇന്ത്യയിലത്തെ ആണല്ലോ, അപ്പോൾ അതും ഞാനൊട്ടും കൊള്ളില്ല, പക്ഷെ നിങ്ങൾ ഭയങ്കര അടിപൊളിയാണ്. ആ ഒരു ലുക്കിനെ കുറിച്ചാണ് കേട്ടോ പിന്നെ പാരാഗ്രാഫിൽ ഫുള്ള് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ്, അദ്ദേഹത്തിൻ്റെ വേഷവിധാനങ്ങൾ എല്ലാം ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ഏജറാണ്, ഒരു 50 ഏജൊക്കെ എത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കുറച്ച് ഓൾഡാണ്, എന്നാലും നിങ്ങൾ ഭയങ്കര അടിപൊളിയാണ് എന്ന് അദ്ദേഹത്തിനോട് തിരിച്ച് ഇങ്ങോട്ട് പറയുന്നതായിട്ട് അയാൾക്ക് ഫീൽ ആവുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ടൈയൊക്കെ ഒന്ന് വൃത്തിയാക്കി നേരെയാക്കി വെച്ചുകൊണ്ട് അദ്ദേഹം ആ മിററിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഹി ഗ്ലെയിൻസ് അറ്റ് ഹിസ് വാച്ച്. ദ വാസ് സ്റ്റിൽ ടൈം ഫോർ എ ക്വിക്ക് വൺ. കോയ് ഹേ എ ബെറർ ഇൻ വൈറ്റ് ലിവറി അപ്പിയേർഡ് ത്രൂ എ വയർ ഗോസ് ഡോർ. അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് വാച്ചിൽ നോക്കുമ്പോൾ കുറച്ചും കൂടെ സമയമുണ്ട്, ഒരെണ്ണം കൂടെ അദ്ദേഹം മദ്യപിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം കൂടെ കഴിക്കാനുള്ള ടൈം ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും. അപ്പോൾ അവിടെ ആരും ഇല്ല. നമ്മൾ കോയ് ഹേ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാലോ, ബേററിനെ വിളിക്കുകയാണ്. അപ്പോൾ ബേറർ വരുന്നുണ്ട്. എഗ് ചോട്ടാ ഓർഡർ സർ മോഹൻ ആൻഡ് സാങ്ക് ഇൻ ടു എ ലാർജ് കെയിൻ ചെയർ ടു ഡ്രിങ്ക് ആൻഡ് റുമിനേറ്റ്. അപ്പോൾ ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ ചാരി ഇരിക്കുക, എന്നിട്ട് ഒരു ചെറുതൊരെണ്ണം കൂടി ഒഴിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. Outside the waiting room, Sir Mohanlal's luggage lay piled along the wall on a small grey steel trunk. Lakshmi
Lady Mohanlal sat chewing a betel leaf and fanning herself with a newspaper. She was short and fat and in her middle 40s. അപ്പോൾ പുറത്ത് നോക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഇരുന്ന് എന്താ കഴിക്കുന്നുണ്ട്. പുറത്ത് നോക്കുന്ന സമയത്ത് അവിടെ മോഹൻലാലിൻ്റെ വൈഫ് ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ പുറത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് ലക്ഷ്മി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരു തനി നാട്ടിൻ പുറത്തുകാരിയായിട്ടുള്ള ഒട്ടും പ്രതാപവും പ്രൗഢിയും ഒന്നും ഇല്ലാത്തൊരു സാധാരണ സ്ത്രീയാണ്. അവരുടെ വെറ്റിലൊക്കെ ചവച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത്. ആളിവിടെ അകത്ത് അടിപൊളി സെറ്റപ്പിലിരിക്കുക, പക്ഷേ ഈ സ്ത്രീ പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അവൾ വളരെ ഹൈറ്റ് കുറഞ്ഞ, അത്യാവശ്യം തടിച്ചിട്ടുള്ള ഒരു മിഡിൽ 40s 45 വയസ്സൊക്കെ തോന്നിക്കുന്ന ആ ഒരു പ്രായത്തിലുള്ളൊരു സ്ത്രീയാണ്. ഷി വോർ എ ഡേർട്ടി വൈറ്റ് സാരി വിത്ത് എ റെഡ് ബോർഡർ. അവരുടെ സാരി എന്ന് പറയുന്നത് അഴുക്കൊക്കെ പുരണ്ടിട്ടുള്ളൊരു വെളുത്ത സാരിയിൽ ചുവന്ന ബോർഡർ. ആൾ ഫുൾ എന്താ പറയുക, ഡ്രസ്ഡ് ആയിട്ടാണ് ആൾ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഇപ്പോൾ ഈ പറയുന്ന ഭയങ്കര പഴയ സാരി കൊടുത്തിട്ടാണ് ആ സ്ത്രീ ഇരിക്കുന്നത്. On one side of her nose glistened a diamond nose ring, and she had several gold bangles on her arms. She had been talking to the bearer until Sir Mohan had summoned him inside. As soon as he had gone, he hailed a passing railway coolie. അങ്ങനെ അവരെ നോക്കുന്ന സമയത്ത് അവരുടെ ഒരു സൈഡിലൊരു ഡയമണ്ട് നോസ് റിങ് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കയ്യിൽ സ്വർണ്ണ വളകളൊക്കെ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർ ആ ഒരു എന്താ പറയുക, ആ ഒരു ബെയറിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മോഹൻലാൽ ഈ ബെയറിനെ വിളിക്കുന്നത്, ഒരെണ്ണം കൂടെ ഒഴിച്ചു തരാൻ വേണ്ടിയിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബെയറർ പോയതിന് പുറകെ ഈ സ്ത്രീ എന്ത് ചെയ്യണം, അവിടെ ഉള്ള ഒരു കൂലീനെ വിളിക്കുകയാണ്. വേർഡ് ഇസ് സെനാന സ്റ്റോപ്പ് റൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലാറ്റ്ഫോം. അപ്പോൾ അവരോട് ചോദിക്കുക, സെനാന സ്റ്റോപ്പ്, നമ്മൾ സ്ത്രീകൾ മാത്രം ഉള്ള എന്താ പറയുക ഭാഗം ഉണ്ടല്ലോ ട്രെയിനിൻ്റെ, ലേഡീസ് കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റ് എവിടെയാണ് എന്നാണ് സെനാന സ്റ്റോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എവിടെയാണ് നിർത്തുക, എവിടേക്ക് ഏത് ഭാഗത്താണ് ട്രെയിൻ വരുമ്പോൾ ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദ കൂലി ഫ്ലാറ്റൻഡ് ഹിസ് ടർബൻ ടു മേക്ക് എ കുഷൻ, ഹോയിസ്റ്റഡ് ദ സ്റ്റീൽ ട്രങ്ക് ഓൺ ഹിസ് ഹെഡ് ആൻഡ് മൂവ് ഡൗൺ ദ പ്ലാറ്റ്ഫോം. ലേഡി ലാൽ പിക്ക്ഡ് അപ്പ് ഹെർ ബ്രാസ് ടിൻ കാരിയർ ആൻഡ് ആംബിൾഡ് അലോങ് ബിഹൈൻഡ് ഹിം. അപ്പോൾ ആൾ ആ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തേക്ക് ഈ സ്ത്രീനെയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ കൂലി ആയതുകൊണ്ട് തന്നെ സ്ത്രീയുടെ ലോഡൊക്കെ തലയിലൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കയ്യിലുള്ള ബ്രാസ് ടിഫിൻ കാരിയർ അവരുടെ സ്ത്രീയുടെ കയ്യിൽ തന്നെയുണ്ട്. അപ്പോൾ ടിഫിൻ കാരിയറും പിടിച്ചിട്ട് ഇയാളുടെ പുറകെ പോവാണ്. ഓൺ ദ വേ ഷീ സ്റ്റോപ്ഡ് ബൈ എ ഹോക്കർ സ്റ്റോൾ ടു റിപ്ലനിഷ് ഹർ സിൽവർ ബീച്ചർ ലീവ് കേസ് ആൻഡ് ദെൻ ജോയിൻ ദ കൂലി. അപ്പോൾ അവിടെ ഒരു കടയിൽ അവരുടെ എന്താ പറയുക, നമ്മുടെ വെറ്റിലിയും ഒക്കെ ഇടുന്ന പാത്രം ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് അവർ കേസ് റീഫിൽ ചെയ്യണം. അതിനകത്ത് എന്താ പറയുക, ബീറ്റൽ ലീഫും എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത് അതൊക്കെ അതിനകത്ത് നിറയ്ക്കുന്നുണ്ട്. ഷീ സാറ്റ് ഡൗൺ ഓൺ ഹർ സ്റ്റീൽ ട്രങ്ക് ആൻഡ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു ഹിം. എന്നിട്ട് ആ ഒരു പെട്ടിപ്പുറത്ത് തന്നെ ഇരുന്നിട്ട് ആ സ്ത്രീ ആ കൂലിയോട് സംസാരിക്കുകയാണ്. ആർ ദ ട്രെയിൻസ് വെരി ക്രൗഡഡ് ഓൺ ദിസ് ലൈൻസ്? ദിസ് ഡേയ്സ് ഓൾ ട്രെയിൻസ് ആർ ക്രൗഡഡ് ബട്ട് യു വിൽ ഫൈൻഡ് റൂം ഇൻ ദ സെനാന. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ എന്താ പറയുക, ഇപ്രാവശ്യം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഭാഗത്ത് ട്രെയിനുകളൊക്കെ നല്ല തിരക്കാണ്, പക്ഷേ നിങ്ങളുടെ സെനാനയിൽ വലിയ തിരക്കുണ്ടാവാനുള്ള സാധ്യതയില്ല. Then I might as well get over the bother of eating. അപ്പോൾ പറയാം, അങ്ങനെയാണ് അവർക്കെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കണം, അതാണ് അവരുടെ പ്രധാന വിഷയം കേട്ടോ. അപ്പോൾ അതിനുള്ള സൗകര്യമുണ്ടോ എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. ലേഡി ലാൽ ഓപ്പൺഡ് ദ ബ്രാസ് കാരിയർ ആൻഡ് took out a bundle of cramped chapatis and some mango pickle. While she ate, the coolie sat opposite her on his haunches and drawing lines in the gravel with his finger. അപ്പോൾ അവരവിടെ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അവർ ചപ്പാത്തിയും കുറച്ച് മാങ്ങാച്ചാറും ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ട്. Are you traveling alone, sister? No, I'm with my master brother. He's in the waiting room. He travels first class. He's a vizier and a barrister and meets so many officers and Englishmen in the trains. And I'm only a native woman. I can't understand English and don't know their ways. So I keep to my Zenana interclass. അപ്പോൾ അയാൾ കൂലി ചോദിക്കുകയാണ്, നിങ്ങൾ ഒറ്റയ്ക്കാണോ ഉള്ളത് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇല്ല, എൻ്റെ കൂടെ എൻ്റെ മാസ്റ്റർ ഉണ്ട്. മാസ്റ്റർ എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്, ഹസ്ബൻഡ് എന്ന് പറയില്ല, മാസ്റ്റർ. അപ്പോൾ എൻ്റെ മാസ്റ്റർ, അപ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും, അവർ തമ്മിലുള്ള ഒരു വ്യത്യാസം എത്രയാണെന്നുള്ളത്. എൻ്റെ മാസ്റ്റർ കൂടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ വെയിറ്റിംഗ് റൂമിലുണ്ട്. അദ്ദേഹം ഫസ്റ്റ് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ബാരിസ്റ്ററും നല്ലൊരു പദവിയിലൊക്കെ ഉള്ള ആളായതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരുപാട് ഇംഗ്ലീഷ്മെൻ ആയിട്ടൊക്കെ ഒരുപാട് കമ്പനിയുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനത്തെ എന്താ പറയുക, ബ്രിട്ടീഷ് പീപ്പിൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ഇടയിൽ ഞാനൊരു സാധാരണ സ്ത്രീയാണ്, അപ്പോൾ എനിക്ക് അവരുടെ അടുത്തൊന്നും എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല. അതുകൊണ്ട് ഞാൻ വേറെ ജനാന ഇന്റർ ക്ലാസ്സിലാണ് ഞാൻ എന്താ പറയുക യാത്ര ചെയ്യാറ്, അദ്ദേഹത്തിൻ്റെ കൂടെ അല്ല എന്നാണ് പറയണം. Lakshmi chatted away merrily. She was fond of a little gossip and had no one to talk at home. അപ്പോൾ അവർ ഭയങ്കര സന്തോഷമായിട്ട് തന്നെയാണ് പറയുന്നത്. അതേസമയം തന്നെ അവരെ കണ്ടാൽ തന്നെ നമുക്കൊരു ഗോസിപ്പൊക്കെ പറയുന്ന ഒരു സ്ത്രീയാണ്, സാധാരണ നാട്ടുംപുറത്തുകാരി സ്ത്രീയാണ്. അതേപോലെ തന്നെ അവർക്ക് വീട്ടിൽ കാര്യമായിട്ട് സംസാരിക്കാനൊന്നും ആരുമില്ല. Her husband never had any time to spare for her. She lived in the upper story of the house and he was on the ground floor. He did not like her poor illiterate relatives hanging around in his bungalow, so they never came. He came up to her once
once in a while at night and stayed for a few minutes. He just ordered her about in Anglicized Hindustani, and she obeyed passively. These nocturnal visits had, however, borne no fruit. അപ്പോൾ ഈ സ്ത്രീ അവർക്ക് അവിടെ പ്രത്യേകിച്ച് ആരുമായിട്ടും കമ്പനിയില്ല. കാരണം ഇവർ താമസിക്കുന്നത് രണ്ടായിട്ടാണ്. ഇവർ ഹസ്ബൻഡ് താമസിക്കുന്ന വീടിൻ്റെ താഴത്തെ നിലയിലും ഈ സ്ത്രീ താമസിക്കുന്ന വീടിൻ്റെ മുകളിലത്തെ നിലയിലുമാണ്. അപ്പോൾ ഇവർ തമ്മിൽ വലിയ സംസാരമോ കാര്യങ്ങളൊന്നുമില്ല. ഇവരുടെ ഫാമിലിയും വലിയ എന്താ പറയുക സാധാരണക്കാരായ ആളുകളാണ്. അപ്പോൾ അവരൊന്നും ഈ പാവപ്പെട്ട ആളുകളൊന്നും അവരുടെ വീട്ടിൽ കയറിയിട്ട് വരുന്നതൊന്നും ഈ ഹസ്ബൻഡിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവരാരും വരാറുമില്ല. അപ്പോൾ ഇയാൾ ആകെ വൈഫിനെ കാണാൻ പോകുന്ന രാത്രി കുറച്ച് മിനിറ്റുകൾ മാത്രം നിൽക്കുന്ന രീതിയിൽ അയാൾ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം മുകളിൽ പോവും, ഭാര്യനെ കാണും, തിരിച്ച് താഴേക്ക്. അല്ലാണ്ട് ഇവർ തമ്മിൽ കാര്യമായിട്ട് യാതൊരു തരത്തിലുള്ള റിലേഷനും കാര്യങ്ങളുമില്ല, മെൻ്റലായിട്ടുള്ള അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല, ഇവർക്ക് മക്കളും കാര്യങ്ങളൊന്നുമില്ല. The signal came down and the clanging of the bell announced the approaching train. Lady Lal hurriedly finished off her meal. She got up, still licking the stone of the pickled mango. She emitted a long, loud belch as she went to the public tap to rinse her mouth and wash her hands. After washing, she dried her mouth and hands with the loose end of the sari and walked back to her steel trunk, belching and thanking the gods for the favor of a filling meal. അപ്പോഴേക്കും ട്രെയിൻ വരുന്നതിനുള്ള സിഗ്നലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവർ ഫുഡൊക്കെ പാത്രമൊക്കെ കഴുകി വെച്ച് വായൊക്കെ കഴുകിയിട്ട് അവരുടെ സാരിയുടെ തുമ്പത്ത് തന്നെ വായൊക്കെ തുടയ്ക്കുന്നുണ്ട്. എന്നിട്ട് ദൈവത്തിനോട് നന്ദി പറയുന്നുണ്ട്, ഇത്ര നല്ല ഭക്ഷണം കഴിക്കാൻ സാധിച്ചതിനുള്ള നന്ദിയൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. The train steamed and Lakshmi found herself facing an almost empty inter-class Zanana compartment next to the guard's van at the tail end of the train. അപ്പോൾ ട്രെയിനിൻ്റെ ഏറ്റവും അവസാന ഭാഗത്താണ് ഈ ജനാന കമ്പാർട്ട്മെൻറ്റ് വരാറില്ലേ. അപ്പോൾ അവിടെ അവരുടെ ആ ഒരു സ്ഥലം നോക്കിക്കൊണ്ട് അവർ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാണ്. The rest of the train was packed. ബാക്കി ട്രെയിനിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നല്ല തിരക്കായിട്ടുണ്ട്, അത്യാവശ്യം നല്ലോണം ആളുകൾ നിറഞ്ഞിട്ടുണ്ട്. She heaved her squat bulky frame through the door and found a seat by the window. അപ്പോൾ എന്തായാലും അവരുടെ ഒരു ഉള്ളിലോട്ട് കയറുന്നുണ്ട്, സീറ്റിൻ്റെ ഒരു എന്താ പറയുക വിൻഡോ സീറ്റിൽ തന്നെ കയറി ഇരിക്കുന്നുണ്ട്. She produced a tuana bit from a knot in her sari and dismissed the coolie. She then opened her betel case and made herself 2 betel leaves charged with a red and white paste, minced betel nuts and cardamoms. These she thrust into her mouth till her cheeks bulged on both sides. Then she rested her chin on her hands and sat gazing idly at the jostling crowd on the platform. അങ്ങനെ അവർ രണ്ടാണ എടുത്തിട്ട് കൂലിക്ക് അവരുടെ സാരിത്തുമ്പത്ത് നിന്ന് 2 ആണയുടെ കോയിൻ എടുത്തിട്ട് കൂലിക്ക് കൊടുത്ത് അയാളെ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ അവരുടെ ബീറ്റിൽ കേസിൽ നിന്ന് വെറ്റിലയും അടക്കിയും അതിന് ചുണ്ണാമ്പും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ട് അതൊക്കെ ചേർത്ത് നല്ല രീതിയിൽ വായ നിറച്ച് മുറുക്കുന്ന 2 കവളും ഇങ്ങനെ വീർത്ത് വരുന്ന അത്രയും വായിലിട്ട് നല്ല രീതിയിൽ മുറുക്കിയിട്ട് അവരവിടെ സെറ്റായിട്ട് ഇരിക്കുകയാണ്. The arrival of the train did not disturb Sir Mohanlal's sang-froid. He continued to sip his scotch and ordered the bearer to tell him when he had moved the luggage to the first class compartment. അപ്പോൾ ബെയറുടെ അടുത്ത് ഇയാൾ അപ്പോഴും അവിടെ അതിനകത്ത് തന്നെയാണ്, അയാൾ ഇറങ്ങിയിട്ടില്ല. കാരണം ട്രെയിൻ വന്നൊന്നും അയാളെ ബാധിക്കുന്ന പ്രശ്നമല്ല. കാരണം ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് അയാളുടെ ലഗേജുകളൊക്കെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. മാറ്റി കഴിഞ്ഞിട്ടാണ് ഇയാൾക്ക് ഇവിടുന്ന് പോകാം, ഇയാൾ വലിയ VIP ആണല്ലോ. Excitement, bustle and hurry were exhibitions of bad breeding, and Sir Mohan was eminently well bred. അയാളെ സംബന്ധിച്ച് തിക്കും തിരക്കും കൂട്ടുക, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആവും, ഓടിപ്പോയി ട്രെയിനിൽ കയറുക, സ്ഥലം പിടിക്കുക എന്നൊക്കെ പറയുന്നത് മോശം സ്വഭാവത്തിൻ്റെ ഭാഗമാണ്, ഒരു മാനേഴ്സ് ഇല്ലായ്മയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഭയങ്കര സ്ലോ ആയിട്ട് അങ്ങനെ പോകാനുള്ള ഒരു പ്ലാനാണ്. ഹി വോണ്ടഡ് എവറിത്തിങ് ടിക്കറ്റ് ബൂ ആൻഡ് ഓർഡർലി, എല്ലാം ഭയങ്കര ഓർഡർ ആയിട്ട് ചെയ്യണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം. ഇൻ ഹിസ് 5 years abroad, Sir Mohan had acquired the manners and attitudes of the upper classes. 5 വർഷത്തോളം അദ്ദേഹം അബ്രോഡിലായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു അപ്പർ ക്ലാസ് പീപ്പിളിൻ്റെ രീതികളൊക്കെ അദ്ദേഹം പഠിച്ചു വെച്ചിട്ടുണ്ട്. He rarely spoke Hindustani. When he did, it was like an Englishman's, only the very necessary words and properly anglicized. But he fancied his English finished and refined and no less a place than the University of Oxford. He was fond of conversation and like a cultured Englishman, he could talk on almost any subject, books, politics, people. How frequently had he heard English people say that he spoke like an Englishman. അപ്പോൾ അയാളെ സംബന്ധിച്ച് അയാൾ കാര്യമായിട്ട് ഇംഗ്ലീഷൊന്നും അതായത് ഹിന്ദുസ്ഥാനി അദ്ദേഹം സംസാരിക്കില്ല, അയാളുടെ നാടൻ ഭാഷകളൊന്നും അയാൾ സംസാരിക്കാറില്ല. അത്രയും വേണ്ടി വന്ന ഭയങ്കര വെട്ടിക്കുറച്ച വാക്ക് മാത്രം പറഞ്ഞു നിർത്തും. അതും തന്നെ ഒരു ഇംഗ്ലീഷ് മിക്സ് ചെയ്ത തരത്തിലുള്ള ഹിന്ദുസ്ഥാനിയാണ് അദ്ദേഹം സംസാരിക്കാറുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടൻ ഭാഷ സംസാരിക്കുക എന്ന് പറയുന്നത് അയാൾക്ക് ഭയങ്കര നാണക്കേടാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കും. ഓക്സ്ഫോർഡിൽ നിന്നൊക്കെ ഇറങ്ങിയ ഒരാൾ സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കണം. ഒരു ഇംഗ്ലീഷ് മാൻ കേട്ടാൽ പോലും നിങ്ങൾ അടിപൊളിയായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്ന തരത്തിലായിരിക്കണം എന്നുള്ളൊരു ഐഡിയയിലൊക്കെ ഇംഗ്ലീഷിനെ അത്രയും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്.
Sir Mohan wondered if he would be traveling alone. It was a cantonment and some English officers might be on the train. അപ്പോൾ അയാൾ ഇനിയിപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അയാളുടെ പ്രതീക്ഷ അയാളുടെ കമ്പാർട്ട്മെൻറ്റ് പ്രത്യേകിച്ച് റിച്ച് ആയ ആളുകൾ കയറുന്നതല്ലേ, അപ്പോൾ അതിൽ ഇംഗ്ലീഷ് ആളുകളൊക്കെ ഉണ്ടാവും എന്ന പ്രതീക്ഷ. അപ്പോൾ കയറുമ്പോൾ അതിനകത്ത് ആരും കാണുന്നില്ല. His heart warmed at the prospect of an impressive conversation. He never showed any sign of eagerness to talk with English as most Indians did, nor was he loud, aggressive and opinion like them. അപ്പോൾ ഒരു ഇംഗ്ലീഷ്മാൻ വന്നിട്ടുണ്ടെങ്കിൽ സംസാരിക്കാനുള്ള ആഗ്രഹത്തിൽ ഇങ്ങനെ ഇരിക്കുക. പക്ഷെ അതേസമയം ആ ഒരു എന്താ പറയുക, നമ്മളൊരു ആക്രാന്തം എന്നൊക്കെ പറയില്ല, അങ്ങനെയൊന്നും അയാൾ കാണിക്കുന്നില്ല. കാരണം അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കൾച്ചർ ഇല്ലാത്തവരായി പോകുമല്ലോ. നോർ വാസ് ഹി ലൗഡ്, അഗ്രസീവ് ആൻഡ് ഒപ്പീനിയനേറ്റഡ് ലൈക്ക് ദം. ഹി വെന്റ് അബൌട്ട് ഹിസ് ബിസിനസ് വിത്ത് ആൻ എക്സ്പ്രഷൻലെസ് matter of factness. He would retire to his corner by the window and get out a copy of the Times. He would fold it in a way in which the name of the paper was visible to others while he did the crossword puzzle. അപ്പോൾ അദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ദ ടൈംസിൻ്റെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ കയ്യിലുണ്ട്. അപ്പോൾ പേര് കാണാൻ പാകത്തിന് അയാളിങ്ങനെ മടക്കി പിടിച്ചിട്ടാണ് അദ്ദേഹം അതിനകത്ത് പസിൽസും കാര്യങ്ങളും, ക്രോസ് വേർഡ് പസിൽ കളിക്കില്ലേ നമ്മൾ, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലൊക്കെ കാണുമല്ലോ നമ്മൾ. അപ്പോൾ ആ ക്രോസ് വേർഡ് പസിൽ കളിക്കുമ്പോൾ അത് നോക്കുമ്പോഴൊക്കെ ആണെങ്കിൽ അയാൾ ആ പേര് കാണുന്നത്, കാരണം നോക്കുന്ന ആൾക്ക് മനസ്സിലാവണം ഇയാൾക്ക് ഇംഗ്ലീഷ് നല്ല അറിയാം, ഇംഗ്ലീഷ് പത്രം മാത്രമേ ഇയാൾ വായിക്കുള്ളൂ എന്ന് മനസ്സിലാവുന്ന തരത്തിലാണ് അദ്ദേഹം ആ പേപ്പറൊക്കെ പിടിച്ചിട്ടുള്ളത്. The Times always attracted attention. Someone would like to borrow it when he put it aside with a gesture signifying I have finished with it. അപ്പോൾ ദ ടൈംസ് കയ്യിലുണ്ടെങ്കിൽ ഒരുവിധം എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ ചിലരത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴിഞ്ഞ് നിങ്ങൾ വായിച്ചോളൂ എന്നുള്ള രീതിക്ക് അയാൾ അത് കൊടുക്കാറൊക്കെ ഉണ്ട്. Perhaps someone would recognize his balliol tie which he always wore while traveling. അത് ശ്രദ്ധിക്കുക, ഈ പേപ്പർ ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ അവരുടെ ശ്രദ്ധ ഏതിലേക്ക് പോകും, അയാളുടെ ടൈയിലോട്ട് പോകും. That would open a vista leading to fairy land of Oxford colleges, masters, dons, tutors, boat races and rugger matches. ഓക്സ്ഫോർഡ് കോളേജിലും ഉള്ളവർക്ക് മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനത്തെ വലിയ വലിയ ആളുകൾ മാത്രം ധരിക്കുന്ന തരത്തിലുള്ള ടൈ ആണ് അദ്ദേഹം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി എങ്ങാനും ആ ന്യൂസ് പേപ്പറിലെ ആൾക്കാരുടെ ശ്രദ്ധ കിട്ടിയില്ലെങ്കിൽ ആ ടൈയിലെങ്കിലും കിട്ടാൻ വേണ്ടി അയാൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ആ ടൈ ആണ് യൂസ് ചെയ്യാറുള്ളത്. ഇഫ് ബോത്ത് ദ ടൈംസ് ആൻഡ് ദ ടൈ ഫെയിൽഡ്, ഇനിയിപ്പോൾ പേപ്പറും ആരും ശ്രദ്ധിച്ചില്ല ടൈയും ആരും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സർ മോഹൻ വുഡ് കോൾ ഹിസ് ബെയറർ ടു ഗെറ്റ് എ സ്കോച്ച് ഔട്ട്. അപ്പോൾ അദ്ദേഹം മദ്യപിക്കുന്ന സമയത്ത് അദ്ദേഹം മെയിനായിട്ട് സ്കോച്ച് എന്നുള്ള സംഭവം വിളിച്ചു പറയാനായിട്ട് ശ്രമിക്കാറുണ്ട്. വിസ്കി നെവർ ഫെയിൽഡ് വിത്ത് ഇംഗ്ലീഷ്മാൻ. ദെൻ ഫോളോഡ് സർ മോഹൻസ് ഹാൻസം ഗോൾഡ് സിഗരറ്റ് കേസ് ഫിൽഡ് വിത്ത് ഇംഗ്ലീഷ് സിഗരറ്റ്സ് in India. How on earth did he get them? Sure, he didn't mind. And Sir Mohan's understanding smile, of course, he didn't. അപ്പോൾ അദ്ദേഹം അവിടെയും നിന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സ്കോച്ച് അതേപോലെ തന്നെ വിസ്കി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആളുകളെ ശ്രദ്ധ പിടിച്ചു പറ്റുമ്പോൾ അത് ഇത്തിരി കൂടിയ ആളാണ് എന്നുള്ളത് മനസ്സിലാവും. അതേപോലെ തന്നെ അദ്ദേഹം എപ്പോഴും അവിടെ തന്നെ എല്ലാവരും കാണിക്കാൻ വേണ്ടി ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് സിഗരറ്റാണ് അദ്ദേഹത്തിൻ്റെ സിഗരറ്റ് ബോക്സിൽ നിന്ന് എടുക്കുക. അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോൾ ഇംഗ്ലീഷ് സിഗരറ്റ് ഇവിടെ ഇന്ത്യയിൽ അത് ഇങ്ങനെ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവിടെ നിന്ന് കൊണ്ടുവന്നതായിരിക്കും. അപ്പോൾ ഇയാൾ അവിടെ നിന്ന് വന്ന വലിയ പുള്ളിയാണ് എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നമ്മൾ പറയില്ലേ എന്താ പറയുക പ്രഹസനങ്ങളെല്ലാം അദ്ദേഹം കാണിക്കുമായിരുന്നു. And Sir Mohan's understanding smile, of course, he didn't. But could he use Englishman as a medium to commune with his dear old English? Those 5 years of grey backs and gowns of sports blazers and mixed doubles of dinners at the inns of court and nights with Piccadilly prostitutes. അദ്ദേഹത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്ന വർഷത്തിലത്തെ അദ്ദേഹത്തിൻ്റെ പരിപാടികളൊക്കെയാണ് പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ ജീവിത രീതികൾ, അദ്ദേഹത്തിൻ്റെ ലുക്ക്, അതേപോലത്തെ അദ്ദേഹത്തിൻ്റെ ലൈഫ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ആയിട്ടുള്ള എന്താ പറയുക ജീവിതം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പറയുന്നത്. 5 years of crowded ഗ്ലോറിയസ് ലൈഫ്, അത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഭയങ്കര അടിപൊളിയായിട്ട് അദ്ദേഹം അടിച്ചു പൊളിച്ച് ധൂർത്തടിച്ച് നടന്ന 5 വർഷമായിരുന്നത്. വർത്ത് ഫാർ മോർ ദാൻ ദ 45 in India, thus with his dirty vulgar countrymen with sordid details of the road to success, the nocturnal visits to this upper story and all too brief sexual acts with obese old Lakshmi smelling of sweat and raw onions. അപ്പോൾ അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ 5 വർഷം എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു. ബാക്കി ഉണ്ടായിരുന്ന 45 years 10-50 വയസ്സായെന്ന് ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയുള്ള 10-45 കൊല്ലം അയാൾ ഈ പറഞ്ഞ ഇന്ത്യയിലത്തെ അയാളെ സംബന്ധിച്ച് ഭയങ്കര ഡേർട്ടി ആയിട്ടുള്ള വൃത്തിയായിട്ട മനുഷ്യന്മാരാണ് ഇന്ത്യയിൽ, ഒരു കൾച്ചറും ഇല്ലാത്ത മോശം ആളുകളാണ് ഇന്ത്യക്കാരെന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളിലൊക്കെ ഇടയിൽ പോരാത്തത് അവിടത്തേക്ക് മറ്റേ 5 വർഷത്തിൽ അദ്ദേഹത്തിന് ഭയങ്കര അടിപൊളിയായിട്ട് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ആയിട്ടുള്ള അടിപൊളി സെക്ഷുവൽ ലൈഫും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ അപ്പർ സ്റ്റോറിൽ പോയിട്ടുണ്ടെങ്കിൽ ആകെ കാണുന്നത് ഇടയ്ക്കിടയ്ക്ക് മാത്രം കാണുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അത് വലിയ കാര്യമായിട്ടുള്ള ഫിസിക്കൽ റിലേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല, വളരെ ഷോർട്ട് ആയിട്ടുള്ള എന്നാണ് അവരതിനകത്ത് പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല ഈ സ്ത്രീ ഒട്ടും അട്രാക്റ്റീവ് അല്ല, കുറച്ച് തടിച്ച് അതേപോലെ തന്നെ ഒരു വേർപ്പിൻ്റെയും
പച്ചക്കറികളുടെയും ഉള്ളിയുടെയൊക്കെ സ്മെല്ലുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇതൊന്നും അദ്ദേഹത്തിന് ഒരു ഭാര്യാസങ്കല്പം അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയൊരു സ്ത്രീ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ റിലേഷൻ ഒട്ടും സ്ട്രോങ് ആയിരുന്നതുമില്ല. Sir Mohan's thoughts were disturbed by a bearer announcing the installation of the Sahib's luggage in the first class coupe next to the engine. അപ്പോഴേക്കും ലഗേജ് ഒക്കെ എത്തിച്ചു എന്ന് പറഞ്ഞിട്ട് ഇൻഫർമേഷൻ കിട്ടുകയാണ്. അപ്പോൾ ആൾ അവിടെ നിന്ന് എണീക്കുകയാണ്. Sir Mohan walked to his coupe with a studied gait. He was dismayed. The compartment was empty. With a sigh, he sat down in the corner and opened the copy of the Times he had read several times before. അങ്ങനെ ആൾ അവിടെ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തിലേക്ക് പോകുന്നുണ്ട്. കയ്യിൽ ആ പേപ്പറും വിട്ടിട്ടില്ല. Sir Mohan looked out of the window down the crowded platform. His face lit up as he saw two English soldiers trudging along, looking in all the compartments for room. They had their haversacks slung behind their backs and walked unsteadily. അപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹം ചെന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കുപ്പയിൽ വേറെ ആരും കാണുന്നില്ല. അപ്പോഴാണ് 2 ഇംഗ്ലീഷ് ആളുകൾ ബാഗൊക്കെ തൂക്കിയിട്ട് കൂടെ എവിടെയാണ് ഒഴിവുള്ള സ്ഥലം എവിടെയുള്ള നോക്കിയിട്ട് ഇങ്ങനെ പുറത്തു കൂടെ നടക്കുന്നതായിട്ട് കാണുകയാണ്. അപ്പോൾ ഇയാൾക്ക് ഇനിയിപ്പോൾ അവരിങ്ങോട്ട് തന്നെ വരുന്നൊരു പ്രതീക്ഷ വരികയാണ്. Sir Mohan decided to welcome them. Even though they were entitled to travel only second class, he would speak to the god. ഇവർ സെക്കൻഡ് ക്ലാസ്സിലേക്കാണെങ്കിലും പോകാൻ തയ്യാറായി നിൽക്കുന്ന അവരെ എന്ത് ചെയ്യാണ്, കാര്യമായിട്ട് വെൽക്കം ചെയ്തിട്ട് ഇയാളുടെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് വിളിക്കുകയാണ്. One of the soldiers came up to the last compartment and stuck his face through the window. He surveyed the compartment and noticed the unoccupied berth. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവർ അതിലത്തെ ഒരാൾ സോൾജിയറാണ്. അപ്പോൾ ആ സോൾജിയർ ഇങ്ങനെ ജനലിൽ കൂടെ അങ്ങനെ നോക്കുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് കുറേ സ്ഥലങ്ങൾ ഫ്രീ ആയിട്ടുണ്ട്. അതിനകത്താണ് ഒരാൾ ഇരിക്കുന്നതും കാണുന്നുണ്ട്. Bill, he shouted. His companion came up, also looked in and looked at Sir Mohan. ഇവിടെ ഒരെണ്ണം ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവർ കൂടെയുള്ള ആളും വരികയാണ്. എന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ മോഹനെ കാണുകയാണ്. Get the nigger out, he muttered to his companion. അതിനെ പിടിച്ച് പുറത്തേക്ക് ഇടുക. നിഗർ എന്ന് പറയുന്നത് വൈറ്റ് പീപ്പിളിനെ സംബന്ധിച്ച് ഇന്ത്യൻസ് ആണെങ്കിലും ഒക്കെ എന്താണ് ബ്ലാക്ക് പീപ്പിൾ ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ആ സാധനത്തെ എടുത്ത് പുറത്തേക്ക് ഇടുക എന്നുള്ള ഒരു ബാഡ് വേർഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക റേസിസ്റ്റ് ആയിട്ടുള്ള ടേമാണത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ അടുത്ത് പുറത്തേക്ക് ഇടുന്നു പറയുന്നത്. ഓപ്പൺ ദ ഡോർ ആൻഡ് ടേൺ ടു ദ ഹാഫ് സ്മൈലിംഗ് ഹാഫ് പ്രൊട്ടസ്റ്റിംഗ് സർ മോഹൻ. ഇവരിപ്പോൾ വരും, കെട്ടിപ്പിടിച്ച് സംസാരിക്കും, കാര്യമായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് ഷോ കാണിക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾ ആകെ ഇതിപ്പോൾ എന്താ സംഭവം എന്ന് അറിയാണ്ടിരിക്കുകയാണ്. റിസർവ്ഡ് yelled Bill. Janta, reserved, army fauch, exclaimed Jem, pointing to his khaki shirt. Ekdam jao, get out. I say surely, protested Sir Mohan in his Oxford accent. The soldiers paused. It almost sounded like English, but they knew better than the trust their inebriated ears. The engine whistled and the guard waved his green flag. അപ്പോൾ ഇയാളെ പിടിച്ച് തൂക്കി പുറത്തേക്കിടാൻ നോക്കണം. അപ്പോൾ നോക്കുമ്പോൾ അയ്യോ ഞാൻ റിസർവ്ഡ് ആണ്, അങ്ങാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇയാളെ എന്ത് ചെയ്യണം, ഭയങ്കര വൃത്തികെട്ട സാധനമായിട്ടാണ് അയാൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ കുറേ പ്രൊട്ടസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ഇംഗ്ലീഷിൽ കാര്യമായിട്ട് എന്തൊക്കെ പറയാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഇയാളുടെ ഇംഗ്ലീഷ് ഇവർക്ക് ഇംഗ്ലീഷായിട്ട് പോലും തോന്നുന്നില്ല. ഇംഗ്ലീഷ് പോലത്തെ എന്തോ ഒരു സാധനമായിട്ടാണ് തോന്നുന്നത്. ഇയാൾക്ക് ഭയങ്കര ഇതായിരുന്നല്ലോ ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് തന്നെയാണെന്നുള്ളത്. They picked up Sir Mohan's suitcase and plunged it onto the platform. Then followed his thermos flask, briefcase, bedding and the Times. Sir Mohan was livid with rage. ആദ്യം ഇയാളുടെ ബാഗും ഫ്ലാസ്കും ബ്രീഫ് കേസും അയാളുടെ ബെഡും അതേപോലെ അയാളുടെ പത്രമൊക്കെ എടുത്ത് ഇവർ പുറത്തേക്ക് എറിയണം. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. Preposterous, he shouted, hoarse with anger. I will have you arrested, guard. അപ്പോൾ ഇയാളെ വിളിച്ചു പോകുന്നുണ്ട്. ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും, ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ബിൽ ആൻഡ് ജിം പോസ്റ്റ് ബില്ലും ജിമ്മുമാണ് കേട്ടോ വന്നിരിക്കുന്ന 2 ആളുകൾ. അവർ രണ്ടുപേരും നിർത്താൻ ഇയാൾ എന്ത് പറയണമെന്ന് വിചാരിച്ചിട്ട്. It did sound like English, but it was too much of the king's for them. Keep your ruddy mouth shut. And Jim struck Sir Mohan flat on the face. The engine gave another short whistle and the train began to move. അപ്പോൾ ഇയാൾ പറയുന്നത് ഇത് ഇംഗ്ലീഷ് പോലത്തെ എന്തോ ഒരു ഭാഷയാണ്, പക്ഷേ അവർക്ക് ഇംഗ്ലീഷ് ആയിട്ട് പോലും തോന്നുന്നില്ല. അങ്ങനെ ഇയാൾക്ക് ഇട്ടൊരു അടിയും കൊടുത്തിട്ട് ഇയാളെ അപ്പോഴേക്കും എന്ത് ചെയ്യാണ്, ട്രെയിൻ വിസിലെടുക്കാൻ തുടങ്ങി. ട്രെയിൻ എടുക്കാൻ പോവുകയാണ്. The soldiers caught Sir Mohan by the arms and flung him out of the train. He reeled backwards, tripped on the bedding and landed on the suitcase. അങ്ങനെ ഇയാളെ തൂക്കിയിട്ട് പുറത്തേക്ക് ഇടുകയാണ്. അങ്ങനെ ഇയാൾ ഉരുണ്ട് അയാളുടെ ബെഡിൻ്റെയും സൂട്ട്കേസിൻ്റെ ഒക്കെ മേലെ പോയി വീഴാണ്. Toodaloo, Sir Mohan's feet were glued to the earth and he lost his speech. അയാൾക്ക് അവിടെ ഉറച്ച് നിന്നതുപോലെ തോന്നുന്നതാണ്. അയാൾ സ്ട്രക്കായി എന്ത് സംഭവിക്കണമെന്ന് മനസ്സിലാവാത്തൊരവസ്ഥയിലാവാണ്. He stared at the lighted windows of the train going past him in quickening tempo. The tail end of the train appeared with a red light and the guard standing in the open doorway with the flags in his hand. അപ്പോഴേക്കും ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ കൊടിയും ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. In the inter-class Zenana compartment was Lakshmi, fair and fat, on whose nose the diamond nose ring glistened against the station lights. അപ്പോഴേക്കും ഉള്ളിൽ മറ്റേ എന്താ
പറയുക, ലേഡീസ് കമ്പാർട്ട്മെന്റിൽ പറഞ്ഞ വൈഫ് എന്തായാലും ഉണ്ട്, അവരതിനകത്ത് സുഖമായിട്ട് യാത്ര ചെയ്ത് ട്രെയിൻ മുന്നോട്ട് പോവാണ്. ആ ഒരു ലൈറ്റ് മിന്നുന്ന പോലെ തന്നെ അവരുടെ നോസ് റിങ് മിന്നുന്നുണ്ടായിരുന്നു. ഹെർ മൗത്ത് വാസ് ബ്ലോട്ടഡ് വിത്ത് ബിറ്റൽ സലൈവ വിച്ച് ഷീ ഹാഡ് ബീൻ സ്റ്റോറിംഗ് അപ്പ് ടു ദ സ്പിറ്റ് ആസ് സൂൺ ആസ് എ ട്രെയിൻ ഹാഡ് ക്ലിയർ ദ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ വിട്ടിട്ട് വേണം വായിലുള്ള തുപ്പാന്ന് വേണ്ടാണ് അവർ മുറുക്കാൻ ചവച്ചുകൊണ്ടിരിക്കുന്നത്. As a train sped past the lighted part of the platform, Lady Lal spat and sent a jet of red dribble flying across like a dart. ട്രെയിൻ എടുത്തതും ഇവർ പുറത്തേക്ക് നീട്ടൊരു തുപ്പും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ തുപ്പുന്നത് പുറത്തേക്ക് തെറിക്കുന്ന ആ ഒരു വേസ്റ്റ് അല്ലെങ്കിൽ ആ റെഡ് കളറിലെ ദ്രാവകം എന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം? നമ്മുടെ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇയാളെ തൂക്കി വരുന്ന പോലെയാണ് ഈ സ്ത്രീ തുപ്പിക്കളയുന്നത്. അപ്പോൾ ഇത് രണ്ടും അതേപോലെ ഒരേ സിമ്പിളായിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ അദ്ദേഹം ആ ഒരു ഇംഗ്ലീഷുകാരാനെയാണ് ചേനയാണെന്നൊക്കെ വിചാരിച്ചിരുന്നിരുന്നതാണ്. പക്ഷെ അവരിൽ നിന്ന് തന്നെ ഇയാൾക്ക് അധിക്ഷേപം ഏൽക്കേണ്ടി വരുന്നതാണ് അതിൻ്റെ ക്ലൈമാക്സ്. അപ്പം അത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.